29 പേർ ആംബുലൻസ് അപകടത്തിൽ അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേട്ടോ. 29 പേർ നമ്മുടെ സംസ്ഥാനത്ത് ആംബുലൻസുകൾ അപകടത്തിൽപ്പെട്ടത് മൂലം മരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജീവൻ രക്ഷാ വാഹനമായ ആംബുലൻസ് തന്നെ അപകടത്തിൽപ്പെട്ട് 29 പേരുടെ ജീവനെടുത്ത വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തിരിക്കുന്നത്. അതിൽ 2023 135 ആണെങ്കിൽ പ്രൈവറ്റ് ആംബുലൻസ് 135, 152 എന്നിങ്ങനെയാണ്. 108 ആംബുലൻസ് പോലും പറ്റിയിട്ടുണ്ട്. ഗവൺമെന്റ് ആംബുലൻസ്, പ്രൈവറ്റ് ആംബുലൻസ് ആണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. നമ്മുടെ റോഡിൽ വളരെ വേഗത്തിൽ വരുന്ന ഈ ആംബുലൻസുകൾക്ക് കൃത്യമായി സൗകര്യം കൊടുക്കാതെ ആരെങ്കിലും മുന്നിലേക്ക് ചാടിയാൽ അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടും അപകടം ഉണ്ടാക്കാറുണ്ട്. ആംബുലൻസിൽ ചില ആളുകളെ കൊണ്ടുവന്നും രാഷ്ട്രീയ അപകടം ഉണ്ടാക്കാറുണ്ട്. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. ഓരോ ആംബുലൻസിലും കിടക്കുന്ന രോഗികളുടെ തീവ്രത അനുസരിച്ച് ഇതിന്റെ വേഗത കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിൽ ഡ്രൈവർമാരെല്ലാത്തിനും ഒരേ വേഗതയിൽ പോയി വലിയ അപകടം. അതായത് തലവേദനയ്ക്ക് ഐസിയുയിൽ കിടക്കുന്ന രോഗിയുടെ വേഗതയിൽ പോകണ്ട എന്നർത്ഥം. എല്ലാ ആംബുലൻസ് ഡ്രൈവർമാരെയും അല്ല, അവരുടെ ജീവൻ കൈപ്പിടിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര നടത്തുന്നത്.